ഹായ് എവരിവൺ, വെൽക്കം ടു മജസ് ഫുഡ് ടെക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുമെന്നാണ്. ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള 4 സവാള ഇട്ട് കൊടുക്കുക. 3 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചത്, മസാലപ്പൊടികൾ ആവശ്യമായിട്ടുള്ളത് 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. മസാലപ്പൊടികളെല്ലാം ഇനി ഇട്ട് കൊടുക്കാം. 1 വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 വലിയ സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ്, പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഇനി 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായി കൈവച്ച് കുഴച്ച് മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ 1/2 മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്യാം. വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് 1 മുറി തേങ്ങ. ഇനി വേണ്ടത് 3 ചുവന്നുള്ളി, 4 പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്നും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേഗം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇത് ഗ്രൈൻഡറിലിട്ട് നന്നായി അരച്ചൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു വിസിലിന് ശേഷം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി 3 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വേവിച്ച് വെച്ചതാണിത്. ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. പൊട്ടാറ്റോ ഇട്ടതിന് ശേഷം കറി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അരപ്പ് കറിയിലേക്ക് പിടിക്കുന്ന വിധം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കറി തളിക്കുന്നതിന് വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ചുവന്നുള്ളി മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി കുറച്ച് നേരം മൂപ്പിക്കുക. ഈ താളിച്ച് വെച്ചത് കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി റെഡി. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.